ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാപ്രിക്കോണിന് വേണ്ടിയിട്ട് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാപ്രിക്കോൺ, നിങ്ങളുടെ ലവ് മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ ലവ് മെസ്സേജാണ് 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. മേ ബി ഈ സമയത്ത് നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, ഇല്ല വെച്ചാൽ സെപ്പറേറ്റഡ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന്. മേ ബി നിങ്ങളുടെ കരിയറിൽ കുറേ ബിസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ സെപ്പറേഷൻ. അതല്ല വെച്ചാൽ മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓരേൽസ് ഇത് നിങ്ങൾ കുറേ സമയമായിട്ടൊരു സിംഗിൾ എനർജിയിൽ തന്നെയാണ്, അങ്ങനത്തെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ എന്താണ് എനർജി? നിങ്ങളുടെ കരിയറിൽ ഞാൻ കാണുന്നത് 4 ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ 4 ഓഫ് സ്വോർഡ്സ് ഒരു ബ്രേക്കിൻ്റെ എനർജിയാണ്, ഒരു വെക്കേഷൻ്റെ എനർജി ആയിരിക്കാം, ഒരു മേ ബി ജോലി നിങ്ങൾ വിട്ടിട്ട് വേറെ ഒരു പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണ എനർജി ആയിരിക്കാം. മേ ബി ഹെൽത്ത് ഇഷ്യൂസ് കാരണം നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തു, അങ്ങനത്തെ എനർജിയും ആവാം. അപ്പോൾ എന്താണ് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ലവ് ലൈഫിൽ എന്തുകൊണ്ടാണ് കാണുന്നത്? ഇത് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ പേജ് ഓഫ് സ്വോർഡ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ ആൾക്കാർ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പറ്റി ക്യൂരിയസ് ആണ്. നിങ്ങളെ എന്താണ് നിങ്ങളുടെ പ്ലാൻ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പാർട്ട്ണറാണ് വേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ. അങ്ങനെ ഞാൻ കാണുന്നത് കുറേ ആൾക്കാർ ക്യൂരിയസ് ആണ്, നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. മേ ബി ഈ ആൾക്കാരൊക്കെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓറെൽസ് ജനറൽ ക്യൂരിയോസിറ്റി ആയിരിക്കാം, നിങ്ങളെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ കൂടെ കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റീസൺ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചില ന്യൂ ബിഗിനിങ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അഗൈൻ ഇവിടെ പേജ് ഓഫ് ഫോൺസ് ആണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ പുതിയ ബിഗിനിങ്സ് ഒക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് റിലേഷൻഷിപ്പേ ഉള്ളൂ. പറഞ്ഞാൽ ഇവിടെ റിലേഷൻഷിപ്പും പറയാൻ പറ്റില്ല. പക്ഷേ ഈ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ എനർജിയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഈ റീഡിങ്ങിൽ. ഒരു പേജ് ഓഫ് ഫോൺസ്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് അക്വേറിയസ്, ലീബ്ര, ജെമിനിയും ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ക്യൂരിയോസിറ്റി ഉണ്ട് ആൾക്കാരുടെ മനസ്സിൽ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ, അത് ഒരു ക്യൂരിയസ് എനർജിയാണ്. ദ കംപ്ലീറ്റഡ് വേൾഡ്, ഇവിടെ ഞാൻ ഒരു കംപ്ലീഷനാണ് കാണുന്നത്, ഒരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ. നിങ്ങളുടെ റീസെൻ്റ്ലി ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ഇതൊരു ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ടാണ്. അതല്ലാച്ചാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബിഗിനിങ് ഇവിടെ കാണാനുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പം മുമ്പേ മേ ബി നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്സ് സക്സസ്ഫുൾ ആയിരുന്നില്ല, വർക്കൗട്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഫോക്കസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. ലക്ക് നിങ്ങളുടെ സൈഡിലാണ്. അപ്പം നിങ്ങൾ മേ ബി കുറേ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരെ മീറ്റ് ചെയ്യും. ആൻഡ് ലവ് ചാൻസ് കുറേ ഹൈ ആണ് ഇവിടെ. അപ്പോൾ 5 ഓഫ് വോൺസ് ഞാൻ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് ഇവിടെ ഫൈറ്റ് ആണ് ചെയ്യണത്, കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു പേഴ്സൺ മാത്രമല്ല, കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന ആൾക്കാർ, നിങ്ങളെ ഡേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ മാതിരി ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളും കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും. ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ നിങ്ങൾ കാണുന്നത്, അത് ഒരു ഡിഫിക്കൽട്ട് ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ലവ് ലൈഫിൽ ഞാൻ കാണുന്നത് ഇത് മോസ്റ്റ്ലി ഒരു സിംഗിൾ പേഴ്സൻ്റെ എനർജി ആണ്. അപ്പോൾ ഇത് സിംഗിൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ റെസൊനേറ്റ് ചെയ്യുക. അഗൈൻ ഇവിടെ നൈറ്റ് ഓഫ്
പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് കുറേ സ്ലോ മൂവിങ് എനർജിയാണ്. നിങ്ങളൊരു റഷിലൊന്നും അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ധൃതിയൊന്നുമില്ല, ഒരു റിലേഷൻഷിപ്പ് തന്നെ വേണം എന്ന് അങ്ങനെ ഒരു എർജൻസി ഇല്ല. ആരെങ്കിലും ഇങ്ങനെ ഇഷ്ടമായാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഓക്കെയാണ്. പക്ഷേ ആരും ഫൈൻഡ് ചെയ്യില്ല വെച്ചാലും നിങ്ങൾ ഓക്കെയാണ്. അങ്ങനെ ഒരു ഡെസ്പറേറ്റ്ലി നിങ്ങൾ ആരെയും സെർച്ച് ചെയ്യണില്ല. നിങ്ങൾ ആക്ച്വലി കുറേ ഹാപ്പിയാണ് ഈ ഇൻഡിപെൻഡൻറ്റ് എനർജിയിൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വർക്ക് ഫോക്കസ്ഡ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ എനർജി വർക്ക് ഫോക്കസ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കും ലവിൽ? 2 of Wands. അപ്പോൾ ഇവിടെ ഔട്ട്കം ഞാൻ കാണുന്നത് ഒരു ചോയ്സിൻ്റെ ഔട്ട്കം ആണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കുറേ ചോയ്സസ് ഉണ്ടാവും ലവിൽ, ഡേറ്റിംഗ് ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ആരാണ് നിങ്ങൾ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ട് കാണുന്നത്, അതൊരു ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ നോക്കാം എന്താണ് ഈ 4 of Swords. കരിയറിൽ ഞാൻ കാണുന്നത് എംപറർ. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഒരു ബ്രേക്ക് നിങ്ങളെടുത്തു. മേ ബി നിങ്ങളുടെ വർക്ക് ലൈഫ് കുറേ ബിസി ആയിരുന്നു, നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ടാവില്ല ഫാമിലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ മെൻ്റലി കുറേ ടയേർഡായി, അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തത്. അതല്ലാച്ച നിങ്ങളും നിങ്ങളുടെ ബോസിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി, അതുകൊണ്ടും ഒരു ബ്രേക്ക് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ബേണിംഗ് ടവർ സ്കോർപ്പിയോ എനർജിയാണ്, എംപറർ ഏരീസ് എനർജിയാണ്. അപ്പോൾ അത് കാരണം നിങ്ങളൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. 4 of Pentacles ഇവിടെ ഞാൻ കാണുന്നത് കുറച്ചൊരു പൈസയുടെ കുറവാണ്. പൈസയുടെ കുറവ് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ പൈസ കുറേ സൂക്ഷിച്ചിട്ടാണ് ചിലവാക്കാൻ നോക്കണത്. എന്നുവെച്ചാൽ നിങ്ങൾ മേ ബി ഈ ജോലി വിടാൻ നോക്കണ്ട വെച്ചാൽ കുറച്ച് സമയം വരെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സേവ് ആണ് ചെയ്യണത്. നിങ്ങൾ അത്ര സ്പെൻഡ് ചെയ്യണില്ല. ഓക്കെ, നിങ്ങൾ സേവിങ് മോഡിലാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് സ്വോർഡ്സ് ഒരു ലോയറുടെ എനർജിയാണ്, ഇല്ലാച്ചാൽ ഒരു കൗൺസിലറുടെ എനർജിയാണ്, ഇല്ലാച്ചാൽ ഒരു പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്, ഒരു ബോസിൻ്റെ എനർജി ആയിരിക്കാം. പക്ഷേ ഞാൻ കാണുന്നത് ചില കേസസിൽ നിങ്ങളൊരു ലീഗൽ സിറ്റുവേഷനിലാണ് വെച്ചാൽ അതുകൊണ്ടും ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ കരിയറിൽ. ഇതേക്കാൻ നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണ്ട വെച്ചാൽ ഒരു കോൾ ഇല്ലാച്ചാൽ മെസ്സേജ് ഇല്ലാച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പെക്ട് ചെയ്യണ്ട വെച്ചാൽ അത് വരാൻ പോകുന്നുണ്ട്. വെരി ക്വിക്ക്ലി വരും, അത് എക്സ്പെക്ട് ചെയ്യണ്ടാവില്ല നിങ്ങൾ. ഈ ഓപ്പർച്യൂണിറ്റി, ഈ കോൾ എന്തായിരിക്കും, എന്ത് കോളാണ് ഇത്, എന്ത് മെസ്സേജാണ്, ഒരു കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അഗൈൻ ഞാൻ കരിയറിൽ കാണുന്നത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട്. 6 of Pentacles കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും നിങ്ങളെ, ഡെവൽ. പക്ഷേ അഗൈൻ കുറച്ചൊരു സൂക്ഷിക്കണം. ഇത് കാപ്രിക്കോൺ എനർജി തന്നെയാണ്, പക്ഷേ കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ടെംപ്റ്റഡ് ആയി പോവും, റോങ് ചോയ്സ്, റോങ് ഡിസിഷൻസ് എടുക്കാണ്ട് നോക്കണം. ദ സ്റ്റാർ ഇവിടെ അക്വേരിയസ് എനർജിയാണ്. നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട് കരിയറിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായാലും ഒരു ബ്രേക്ക് ഉണ്ടായാലും നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അങ്ങനത്തെ കരിയർ നിങ്ങൾക്ക് കിട്ടും, അങ്ങനത്തെ ജോലി നിങ്ങൾക്ക് കിട്ടും. 6 of Cups ഇവിടെ തിരിച്ച് ഒരു പാസ്റ്റ് ഓർഗനൈസേഷൻ്റെ റിട്ടേണിൻ്റെ എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പാസ്റ്റ് എംപ്ലോയി തിരിച്ച് വിളിക്കും, ഇല്ലാച്ചാൽ പാസ്റ്റ് ബോസ് തിരിച്ച് വിളിക്കും, റീജോയിൻ ചെയ്യാൻ പറയും, ഇല്ലാച്ചാൽ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ തരുന്നുണ്ടാവും. 4 of Wands ഇവിടെ ഞാൻ ഒരു സെലിബ്രേഷനാണ് കാണുന്നത്. അപ്പോൾ കരിയറിലും ഞാൻ ഔട്ട്കം കുറേ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാപ്രിക്കോൺ. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ എനർജി കുറച്ച് റീഡിങ് വേണം വെച്ചാൽ പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുക. ആൻഡ് ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.